السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരങ്ങളെ, ഖിലാഫത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരൽപ്പം കാലഘട്ടമായിട്ട് നമ്മളത് വിശദീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടം കഴിഞ്ഞ 6 ഭാഗങ്ങളായിട്ട് നമ്മൾ പൂർത്തീകരിച്ചു. അതിന്റെ അവസാന ഭാഗമാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിന്റെ ഒരു അവസാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ. അപ്പൊ കഴിഞ്ഞ ഭാഗത്തിന്റെ അന്ത്യത്തിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടാകും, കലാപകാരികളായിട്ടുള്ള ആളുകൾ, ചില ആളുകൾ ഈജിപ്തിൽ നിന്നും കൂഫയിൽ നിന്നെല്ലാം ഉംറക്ക് എന്നുള്ള വ്യാജന മദീനയിലെത്തുന്നു. അവര് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ആരോപണങ്ങൾക്ക് അക്കമിട്ട് മറുപടി പറഞ്ഞ് അവര് അതായത് ഈ പ്രക്ഷോഭകാരികളായിട്ടുള്ള ആളുകൾ അവര് തിരിച്ചു പോകുന്ന യാത്രാമധ്യേ അവർക്കൊരു കത്ത് ലഭിക്കുന്ന ആ കത്തുമായിട്ട് അവർ വീണ്ടും മദീനയിലേക്ക് തിരിച്ചു വരുന്നു. മദീനയിലേക്ക് തിരിച്ചു വന്ന് അവർ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട് ഉപരോധിക്കാൻ, അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പൊ ആദ്യത്തിൽ അവര് ഒരല്പം 1000 അല്ലെങ്കിൽ 1000 താഴെ ആളുകളായിരുന്നു. പിന്നീട് ക്രമേണ അതിലേക്ക് ആളുകൾ വർദ്ധിക്കാൻ, അപ്പൊ അവര് വീട് ഉപരോധിച്ച സന്ദർഭത്തിൽ അവർ പ്രധാനമായിട്ടും അവർ മുന്നോട്ട് വെച്ച 3 ആവശ്യങ്ങൾ. ഒന്നാമത്തെ ആവശ്യം, ഒന്നുകിൽ താങ്കൾ ഖിലാഫത്ത് സ്ഥാനം രാജിവെക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ അവരുടെ ആവശ്യം. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, താങ്കൾ ഞങ്ങൾക്കെതിരെ ഒരു കത്തെഴുതി, ആ കത്തിന് ഞങ്ങൾക്ക് ഖിസാസ് അല്ലെങ്കിൽ പ്രതിക്രിയ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്, അതിനുവേണ്ടി ഞങ്ങൾ താങ്കളോട് യുദ്ധം ചെയ്യുമെന്നുള്ളതാണ്. അതായിരുന്നു അവരുടെ 3 ആവശ്യങ്ങൾ. അപ്പൊ ആ കത്തിനെ സംബന്ധിച്ചുള്ള അതിന്റെ സത്യാവസ്ഥ കഴിഞ്ഞ ഭാഗത്ത് വളരെ വിശദമായിട്ട് നമ്മൾ പരാമർശിക്കുകയുണ്ടായി. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അതിനെല്ലാം നിഷേധിച്ചു. അതോടൊപ്പം തന്നെ ഈ രൂപത്തിൽ അവർ വീട് ഉപരോധിക്കപ്പെട്ട ഒരു സന്ദർഭത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അതിലുള്ള ഒരാളോട് ചോദിച്ചു, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതേ രൂപത്തിലെല്ലാം ചെയ്യുന്നത്? ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇതേ രൂപത്തിൽ നിങ്ങൾ എനിക്കെതിരെ നീങ്ങിയത്, അല്ലെങ്കിൽ എനിക്കെതിരെ ഇതേ രൂപത്തിലുള്ള നടപടി സ്വീകരിച്ചത്? ആ സന്ദർഭത്തിൽ അവരിലുള്ള ഒരാൾ മറുപടി നൽകിയത്, അതിന് തെളിവായിട്ട് ഖുർആനാണ് അവർ ഉദ്ധരിച്ചത്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അവരതിനെ തെളിവ് ഇതേ രൂപത്തിൽ അവർക്ക് പ്രവർത്തിക്കാനുള്ള തെളിവ് ഖുർആനിൽ നിന്നാണ് അവർ ഉദ്ധരിച്ചത്. പരിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജിന്റെ 39-ാമത്തെ വചനം, ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ദുലിമു, അതായത് അക്രമത്തിന് ഇരയായ ആളുകൾക്ക് തിരിച്ചടിക്കാൻ അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആയത്ത്, എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആയത്താണ് അവർക്ക് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ ഈ രൂപത്തിൽ നീങ്ങാനുള്ള തെളിവായിട്ട് അവർ ഉദ്ധരിച്ചത്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, യഥാർത്ഥത്തിൽ ആ ആയത്തിന്റെ സബബ് ആയത്ത് ഇറങ്ങിയത് മക്ക കാലഘട്ടത്തിൽ ഉടനീളം പീഡനങ്ങൾ സഹിച്ച സന്ദർഭത്തിലൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുറൈശികൾക്കെതിരെ തിരിച്ചടിക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല. അവസാനം അവർക്കെതിരെ യുദ്ധം ചെയ്യാനുള്ള അനുമതി നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കപ്പെട്ട സൂറത്തുൽ ഹജ്ജിലെ ആയത്താണിത്. ഈ ആയത്തെടുത്തിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ അനുയായിയായിട്ടുള്ള, അതായത് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവ് കൊണ്ട് അറിയിക്കപ്പെട്ട പ്രവാചകന്റെ ഏറ്റവും വലിയ അനുയായികളിൽ ഒരാളായിരുന്ന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ ഈ ആയത്തിന് അവർ തെളിവാക്കിയെടുക്കാൻ. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, എത്ര വലിയ ദുർവ്യാഖ്യാനാണ്. അതാണ് ഞാൻ കഴിഞ്ഞ ഭാഗത്ത് സൂചിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ഈ വിഭാഗം ആളുകളാണ് പിന്നീട് മുസ്ലിം ഉമ്മത്തിൽ നിന്നും വിഘടിച്ചു പോയ ഖവാരിജികൾ എന്നുള്ള വിഭാഗമായിട്ട് പിന്നീട് പരിണമിക്കുന്നത്. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലെല്ലാം ഇതേ രൂപത്തിലായിരുന്നു അവർ ഖുർആൻ ഇതേ രൂപത്തിൽ പച്ചയായിട്ടുള്ള രൂപത്തിൽ ദുർവ്യാഖ്യാനിച്ചു. നമുക്കറിയാം, മുന്നോട്ടുള്ള ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖവാരിജികളുടെ ടെന്റിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം അവരുമായിട്ട് സംവദിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തെ ഞെട്ടിക്കുന്ന രൂപത്തിലാണ് അവർ ഖുർആൻ ആയത്തുകൾ എടുത്ത് ഉദ്ധരിച്ചത്. അതായത് പ്രത്യക്ഷമായിട്ട് ഖുർആൻ എടുത്ത് അതിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണ് അവരുടെ വ്യാജമായിട്ടുള്ള വാദങ്ങളെല്ലാം അവർ സമർത്ഥിച്ചത്. യഥാർത്ഥത്തിൽ ഈ രൂപത്തിലായിരുന്നു അതിനുവേണ്ടി ആയത്താണ് അവർ മുന്നോട്ട് വെച്ചത് എന്നുള്ളത്. അപ്പൊ തുടക്കത്തിൽ ഉപരോധിക്കപ്പെട്ട ആദ്യ കാലഘട്ടത്തിൽ ഞാൻ കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞു, ആദ്യത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് പുറത്തു പോകാനും നമസ്കരിക്കാനും നമസ്കാരത്തിന് നേതൃത്വം നൽകാനും അതേപോലെ തന്നെ സന്ദർശകരായിട്ടുള്ള ആളുകൾക്ക് വീട് സന്ദർശിക്കാനുള്ള അനുമതിയെല്ലാം അവർ നൽകി. പക്ഷേ ക്രമേണ ഉപരോധം അവർ ശക്തി കൂട്ടാൻ തുടങ്ങി. ഈ ഒരു ഉപരോധ കാലഘട്ടത്തിൽ മുതിർന്ന പല സ്വഹാബികളും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിച്ചതായിട്ടെല്ലാം സ്വയായിട്ടുള്ള ചരിത്ര ഉദ്ധരണികൾ നമുക്ക് കാണാൻ സാധിക്കും. ഏതോ ഒരു സന്ദർഭത്തിൽ ഇതേ രൂപത്തിൽ മുതിർന്ന സ്വഹാബികളെല്ലാം സന്ദർശിക്കപ്പെട്ട സന്ദർഭത്തിലെല്ലാം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവരോട് അഭിപ്രായം ചോദിക്കുകയും ചെയ്തു. ഒരു സന്ദർഭത്തിൽ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അതായത്
കഴിഞ്ഞ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഘട്ടത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു സംഭവം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിച്ച സന്ദർഭത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലയോ ഇബ്നു ഉമർ, എന്താണ് ഞാൻ ചെയ്യുക? ഇതേ രൂപത്തിലാണ് കാര്യങ്ങൾ കിടക്കുന്നത്, എന്താണ് ഞാൻ ചെയ്യുക? ആ സന്ദർഭത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ അവരാവശ്യപ്പെടുന്നത് പോലെ ഇനി ഖിലാഫത്ത് സ്ഥാനമെങ്ങാനും ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ എക്കാലഘട്ടത്തും നിങ്ങൾക്ക് ദുനിയാവിൽ ജീവിക്കാൻ കഴിയോ? അവർക്ക് വേണ്ടി ഇനി സ്ഥാനം രാജിവെച്ചാലും എത്ര കാലാണ് നിങ്ങൾ ദുനിയാവിൽ ജീവിക്കുക? നിങ്ങൾ ദുനിയാവിൽ സാക്ഷരത അല്ലല്ലോ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല. ആ സന്ദർഭത്തിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി അവർക്ക് വേണ്ടി ഇനി നിങ്ങൾ ഖിലാഫത്ത് ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ മാക്സിമം അവർക്ക് ചെയ്യാൻ കഴിയും എന്താണ്? അവർ വധിക്കും. അവർ വധിക്കല്ലേ ചെയ്യുള്ളൂ. ആ സന്ദർഭത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം, അതേ അവർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ആ സന്ദർഭത്തിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവരല്ലല്ലോ താങ്കളുടെ നരക സ്വർഗങ്ങളെ സംബന്ധിച്ച് അവരല്ലല്ലോ തീരുമാനമെടുക്കുന്നത്, അവർക്ക് അതിൽ യാതൊരു പങ്കുമില്ലല്ലോ. ഇനി അഥവാ താങ്കളെ വധിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ല അത് തീരുമാനിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തെ സംബന്ധിച്ചുള്ള സന്തോഷ വാർത്ത നൽകിയ വ്യക്തിയല്ലേ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ. ആ സന്ദർഭത്തിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കളെ ധരിപ്പിച്ച ആ വസ്ത്രം, അതായത് വസ്ത്രം എന്നുള്ളത് ഉദ്ദേശിക്കുന്ന ഖിലാഫത്താണ്, ആ ഖിലാഫത്ത് എന്നറിയപ്പെടുന്ന ആ വസ്ത്രം അവർക്ക് വേണ്ടി നിങ്ങൾ ഒരിക്കലും കടിച്ചു വെക്കരുത്. ഇനി അവർക്ക് വേണ്ടി താങ്കൾ അത് ഊരി വെച്ചാലും അതുകൊണ്ടൊന്നും പ്രശ്നം തീരില്ല. കാരണം അവർ വീണ്ടും നിരവധി പുതിയ ആരോപണങ്ങളുമായിട്ട് അവർ വരുമെന്നുള്ള മനോഹരമായിട്ടൊരു ഉപദേശം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ നിർണായക സാഹചര്യത്തിൽ നൽകുന്നതായിട്ടെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു സന്ദർഭത്തിൽ ശ്രദ്ധേയമായിട്ടൊരു ഹദീസ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. മനോഹരമായിട്ടുള്ള ഹദീസ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് നൽകിയ ഒരു ഉപദേശമാണ് ഹദീസിൽ നമ്മൾ കാണുന്നത്. ഇമാം തുർമുദി അതേപോലെ തന്നെ ഹാക്കിമും ഉദ്ധരിക്കപ്പെടുന്ന സ്വഹീഹായിട്ടുള്ള ഹദീസ്. ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ ഉസ്മാൻ ലഅല്ലല്ലാഹ അൻ യുഖമ്മിസക ഖമീസൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കൾ ഒരു വസ്ത്രം ധരിക്കും, വലാ തൻസിഅന്ന ഖമീസല്ലാഹി അല്ലദീ ഖമ്മസക, അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കളെ ധരിപ്പിച്ച ആ വസ്ത്രം, അതായത് വസ്ത്രം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞു ഖിലാഫത്താകുന്ന ആ പദവിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കളെ ധരിപ്പിച്ച ആ വസ്ത്രം താങ്കൾ ഒരിക്കലും ജനങ്ങൾക്ക് വേണ്ടി അന്യായമായിട്ട് അത് ഊരാൻ അവർ ആവശ്യപ്പെടുന്ന സന്ദർഭത്തിൽ അത് അവർക്ക് വേണ്ടി താങ്കൾ ഒരിക്കലും കഴിച്ചു വെക്കരുതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ഉപദേശിക്കുന്ന മനോഹരമായിട്ടുള്ള ഹദീസ്. യഥാർത്ഥത്തിൽ അതെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് സ്ഥാനം രാജിവെക്കൽ എന്നുള്ള ഉറച്ച തീരുമാനം എടുക്കാനുള്ള കാരണം. അതേ സന്ദർഭത്തിൽ ഇതേ രൂപത്തിൽ ഉപരോധിച്ച സന്ദർഭത്തിൽ ആ വീട് ഉപരോധിച്ച ആളുകളുമായിട്ട് യുദ്ധം ചെയ്യാൻ അവരെ അനുമതി ചോദിച്ചുകൊണ്ട് നിരവധി സ്വഹാബികൾ മുന്നോട്ട് വന്ന് അവർക്കൊന്നും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവരുമായിട്ട് യുദ്ധം ചെയ്യാനുള്ള അനുമതി നൽകിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞു, എന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ ഒരിക്കലും എന്റെ കാരണത്താൽ മുസ്ലിങ്ങൾ പരസ്പരം രക്തം ചിന്താൻ ഞാൻ അനുവദിക്കുകയില്ലെന്നുള്ള ശക്തമായിട്ടുള്ള ഒരു നിലപാടിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉറച്ചു നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പല സ്വഹാബികളും അനുമതി ചോദിച്ചാണ്. കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞു, അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് അനുമതി ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ മുഗീറത്ത് ബിൻ ശുഅബ, ഇതേ രൂപത്തിലുള്ള നിരവധി സ്വഹാബികൾ പല തവണ വന്നുകൊണ്ട് അവർ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ താങ്കൾ ഒരു കൽപ്പന നൽകിയാൽ മതി, ഞങ്ങൾ അവരുമായിട്ട് യുദ്ധം ചെയ്യാൻ സന്നദ്ധാണ്. ആ സന്ദർഭത്തിലൊന്നും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവർക്ക് അനുമതി നൽകിയില്ല എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, എന്റെ കാരണത്താൽ ഇവിടെ രക്തം ചിന്താൻ ഞാൻ അനുവദിച്ചില്ല, എന്റെ രക്തം അവർ ചിന്തിയാലും എന്റെ കാരണത്താൽ മുസ്ലിങ്ങളുടെ രക്തം പരസ്പരം ചിന്താൻ ഞാൻ അനുവദിക്കുകയില്ല എന്നുള്ള നിലപാടായിരുന്നു ഖലീഫ സന്ദർഭത്തിലും സ്വീകരിച്ചത്. അവസാനം ഈ ഉപരോധിക്കപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ പ്രക്ഷോഭകാരികളായിട്ടുള്ള ആളുകൾ അവർ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കുമെന്നുള്ള ഒരു സൂചന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ലഭിച്ച സന്ദർഭത്തിൽ അദ്ദേഹം നടത്തുന്ന വൈകാരികമായിട്ടുള്ള മനോഹരമായിട്ടുള്ള സംഭാഷണം. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞു, എങ്ങനെയാണ് ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനെ വധിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് അവർക്ക് അന്യായമായിട്ട് എന്നെ വധിക്കാൻ അവർക്ക് കഴിയുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഹദീസ് ബുഖാരി മുസ്ലിം ഉദ്ധരിക്കപ്പെടുന്ന സ്വഹീഹായിട്ടുള്ള ഹദീസ്, മുത്തഫഖ് അലൈഹിയുള്ള ഹദീസ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിൽ ആ ഹദീസ് അനുസ്മരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു മുസ്ലിമിന്റെ ജീവൻ എടുക്കാൻ 3 കാര്യങ്ങൾ കൊണ്ട് മാത്രമേ
അനുമതിയുള്ളൂ എന്ന് എന്റെ പ്രവാചകൻ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം അന്നഫ്സു ബിൻ നഫ്സ്, ഒരാളെ വധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തിരിച്ചു വധിക്കുക. അതായത് ഇസ്ലാമിക ഭരണകൂട നിയമകൂടത്തിന്റെ അനുമതിയോടുകൂടെ, അതായത് നിയമകൂടമാണ് ശിക്ഷ നടപ്പിലാക്കുക. അതിന്റെ രൂപത്തിൽ അന്യായമായിട്ട് ഒരാൾ വധിച്ചാൽ പകരം വധിക്കാം. അതാണ് ഒന്നാമത്തെ സാഹചര്യം. ഞാൻ അതിനൊരാളെയും വധിച്ചിട്ടില്ലല്ലോ, പിന്നീട് എന്തിനാണ് അവർ എന്നെ വധിക്കാൻ ശ്രമിക്കുന്നത്? രണ്ടാമതായിട്ട് പറഞ്ഞു മതപരിത്യാഗം ചെയ്താലും വധിക്കാനുള്ള അനുമതിയുണ്ട്, അതും ഞാൻ ചെയ്തിട്ടില്ല. മൂന്നാമതായിട്ട് വ്യഭിചരിച്ചാൽ, അതായത് വ്യഭിചരിച്ചാൽ ഇസ്ലാമിക ശിക്ഷാ നിയമപ്രകാരം അദ്ദേഹത്തിന് വധശിക്ഷ നടപ്പിലാക്കാം, അതും ഞാൻ ചെയ്തിട്ടില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സന്ദർഭത്തിൽ പറയാണ്, വലത് കൈ പിടിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ സത്യമതത്തിലേക്ക് ഞാൻ പ്രതിജ്ഞ നൽകിയതിന് ശേഷം ആ കൈ പിടിച്ചുകൊണ്ട് പിന്നീട് ഞാൻ ഒരിക്കൽ പോലും എന്റെ ഔറത്ത് ഞാൻ സ്പർശിച്ചിട്ട് പോലും ഇല്ല എന്നുള്ളതാണ്. അതായത് വലത് കൈ കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബൈഅത്ത് നൽകിക്കൊണ്ട് ഈ ദീനിലേക്ക്, അല്ലെങ്കിൽ ആ പ്രതിജ്ഞ ഷഹാദത്ത് ചൊല്ലിക്കൊണ്ട് ഈ ദീനിലേക്ക് വന്നതിന് ശേഷം പിന്നീട് ആ കൈ പിടിച്ചുകൊണ്ട് ഒരിക്കൽ പോലും ആ കൈ ഞാൻ ഒരിക്കലും എന്റെ ഔറത്ത് പോലും ഞാൻ സ്പർശിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സന്ദർഭത്തിൽ പറയാം, അത്രയേറെ ഹയാ ഉള്ള വ്യക്തിത്വമായിരുന്നു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അങ്ങനെയുള്ള ഒരു വ്യക്തി ആയിട്ടുള്ള എന്നെയാണല്ലോ അവർ വധിക്കാനൊരുങ്ങുന്നത്. ആ സന്ദർഭത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഹദീസ് അവിടെ ഉദ്ധരിക്കാൻ, എന്നിട്ട് അദ്ദേഹം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പ്രത്യേകമായിട്ട് അവിടെയുള്ള ആളുകളെ ഉണർത്തി, എന്റെ രക്തം നിങ്ങൾ ഇവിടെ വെച്ചുകൊണ്ട് ചിന്തുകയാണെങ്കിൽ പിന്നീട് ഈ ഉമ്മത്തിൽ ഒരിക്കലും ഒരു ഐക്യം വരില്ല. അത് അദ്ദേഹം പ്രത്യേകമായിട്ട് ഉണർത്തി. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ ഈ ഒരു പ്രവൃത്തി ചെയ്യരുത്. കാരണം ഇനി ഞാൻ എന്റെ പ്രവൃത്തികൾ, ഞാൻ എന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ ഞാൻ ചെയ്ത വല്ല കാര്യത്തിൽ നിങ്ങൾ തെറ്റിദ്ധര, അല്ലെങ്കിൽ വല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്നതാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം അറിയുക, അതെല്ലാം വല്ലാഹി ഞാൻ നല്ല ഉദ്ദേശത്തോടു കൂടെയാണ് എല്ലാം ചെയ്തത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഒരിക്കൽ എന്നെ വധിക്കരുത്. കാരണം എന്റെ മരണത്തോടു കൂടെ ആ ഉമ്മത്തിലുള്ള ഐക്യം എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും. അതുകൊണ്ട് ആ ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്യരുതെന്ന് അദ്ദേഹം ആവർത്തിച്ച് അവിടെ കൂടി ആളുകളെല്ലാം ഉണർത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. പ്രസിദ്ധനായിട്ടുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കേണ്ട ഒരു ഉദ്ധരണി, പ്രസിദ്ധനായിട്ടുള്ള താബികളിൽപ്പെട്ട പ്രസിദ്ധനായിട്ടുള്ള പണ്ഡിതൻ ഇമാം ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, യഥാർത്ഥത്തിൽ ഇമാം ഹസനുൽ ബസരി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഒരു കാലഘട്ടം, അതായത് ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട് അവർ ഉപരോധിച്ച സന്ദർഭത്തിൽ അദ്ദേഹം മദീനയിൽ ഉണ്ടായിരുന്നു. ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് അദ്ദേഹം ബസ്രയിൽ നിന്നും ആ സന്ദർഭത്തിൽ മദീനത്ത് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വളരെ ചെറിയ 15-16 വയസ്സ് മാത്രം പ്രായമുള്ള ആ സന്ദർഭത്തിലാണ് ഈ ഒരു സംഭവം അരങ്ങേറുന്നത്. അദ്ദേഹം അതിന് സാക്ഷിയായിരുന്നു. അതായത് ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് അദ്ദേഹം ഹിജ്റ വർഷം 110 അദ്ദേഹം മരണപ്പെടുന്നത്. അപ്പൊ പിൻകാലഘട്ടത്തിൽ ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, യഥാർത്ഥത്തിൽ സ്വദഖ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അന്ന് പറഞ്ഞത് എത്രയോ സത്യമായിരുന്നു. കാരണം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അവർ വധിച്ചതിന് ശേഷം പിന്നീട് ഒരിക്കലും ഞങ്ങൾ ഒരുമിച്ച് നമസ്കരിക്കാറുണ്ടെങ്കിലും പിന്നീട് അതിനു മുമ്പ്, അതായത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം വരെ ഉണ്ടായിരുന്ന ആ രൂപത്തിലുള്ള ആ ഹൃദയത്തിന്റെ ആ ഒരു ഒരുമ, ഹൃദയത്തിലുള്ള ആ ഒരു ഐക്യം പിന്നീട് മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് അദ്ദേഹം പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട് അനുസ്മരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവരോട് കേണപേക്ഷിച്ച് നിങ്ങൾ ഒരിക്കലും ഈ ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്യരുത്. കാരണം എന്നെ നിങ്ങൾ വധിക്കുകയാണെങ്കിൽ അത് ഉമ്മത്തിലുള്ള ആ ഒരു ഐക്യം നഷ്ടപ്പെടാനത് കാരണമാകുമെന്ന് അദ്ദേഹം ഉണർത്തി. പക്ഷേ അവരതൊന്നും ചെവിക്കൊള്ളാൻ അവർ സന്നദ്ധായില്ല. മാത്രമല്ല ക്രമേണ ഉപരോധം ശക്തി പ്രാപിക്കാൻ തുടങ്ങി. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു 40 ദിവസത്തോളം അവർ വീട് ഉപരോധിക്കുന്നുണ്ട്. അതില് ഉപരോധം ക്രമേണ ശക്തമാകാൻ തുടങ്ങി. പല സന്ദർഭത്തിലും പല രൂപത്തിലും അവരെ അതിൽ നിന്നും പിന്മാറാൻ വേണ്ടി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ പ്രക്ഷോഭകാരികളായ ആളുകളോട് പല രൂപത്തിൽ സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവരൊന്നും അത് ചെവിക്കൊള്ളാൻ സന്നദ്ധായില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു ഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് നൽകിയ പദവികൾ, ശ്രേഷ്ഠതകൾ വരെ ഉദ്ധരിച്ചുകൊണ്ട് അവരെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉത്ബോധിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. എത്രത്തോളം എന്ന് വെച്ചാൽ നമുക്കറിയാം, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, തബൂക്ക് യുദ്ധവേളയിൽ ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകന് ഇതേ രൂപത്തിൽ ധനം മുഴുവൻ എന്റെ കയ്യിലുണ്ടായിരുന്നത് മുഴുവൻ വലിയൊരു സമ്പത്ത് നൽകിയ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറയുകയുണ്ടായി, വല്ലാഹി മാ ലറ ഉസ്മാൻ മാ ഫഅല ബഅദൽ യൗം, ഇന്നത്തെ ദിവസം മുതൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്ത് തന്നെ ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പുറത്തു കൊടുത്തിരിക്കുന്നുവെന്ന് പ്രവാചകൻ എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിൽ അവരെ ഉണർത്തുകയാണ്.
അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്യരുത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് മരിക്കാനുള്ള ഭയം കൊണ്ടല്ല പറയുന്നത്, മറിച്ച് കാരണം മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് സ്വർഗ്ഗാണ്. അദ്ദേഹത്തിന് മരിക്കാനുള്ള ഭയം കൊണ്ടല്ല. അത് കാരണം പിന്നീട് ഉമ്മത്തിലുണ്ടാകാൻ പോകുന്ന പ്രശ്നം, അതോടൊപ്പം അവരുടെ അല്ലെങ്കിൽ അവരോടുള്ള ഗുണകാംക്ഷ, അവരുടെ ആ വിധിയിൽ ഉള്ള ആ വിഷമം, അല്ലെങ്കിൽ അവർക്കുണ്ടാകാൻ പോകുന്ന അവർക്ക് ലഭിക്കാനിരിക്കുന്ന ശിക്ഷയെ സംബന്ധിച്ചുള്ള അതിനെക്കുറിച്ചുള്ള ഓർത്തുള്ള വിഷമം കാരണമാണ് വീണ്ടും വീണ്ടും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവരെ ഇതേ രൂപത്തിൽ ഉണർത്തുന്നത്. അവസാനം ഉപരോധം ശക്തിപ്പെട്ട ഒരു ഘട്ടത്തിൽ അവർ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് കുടിക്കാനുള്ള വെള്ളം പോലും അവർ നിഷേധിച്ചു എന്നുള്ളതാണ്. വെള്ളം പോലും കുടിക്കാനുള്ള അനുമതി അവർ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉപരോധ കാലഘട്ടത്തിന്റെ അവസാന സന്ദർഭത്തിൽ നൽകിയില്ല എന്നുള്ളതാണ്. വെള്ളം പോലും നിഷേധിച്ച സന്ദർഭത്തിൽ അദ്ദേഹം ആ സന്ദർഭത്തിൽ അവരോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് എന്നോട് ചെയ്യാൻ സാധിക്കുന്നത്? ഈ ഉമ്മത്തിന്റെ ദാഹമകറ്റാൻ വേണ്ടി മദീനയിൽ ഞങ്ങൾ വന്ന സന്ദർഭത്തിൽ ഉമ്മത്തിന് വേണ്ടി ബിർ റൂമ, ഞാൻ ഇതെല്ലാം കഴിഞ്ഞ ഭാഗത്ത് നിരവധി മുന്നേയുള്ള ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഉമ്മത്തിന് ദാഹമകറ്റാൻ വേണ്ടി മദീനയിൽ എത്രയോ വില കൊടുത്ത ബിർ റൂമ ഞാനാണ് അവർക്ക് വാങ്ങിക്കൊടുത്തത്. അത് വാങ്ങിക്കൊടുത്ത സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, സ്വർഗമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് തിരിച്ച് ഓഫർ ചെയ്തത്. ആ രൂപത്തിലെല്ലാം ഇതേ രൂപത്തിലെല്ലാം ചെയ്ത എന്നോടാണല്ലോ നിങ്ങൾ ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്നത്. ഉപരോധം ശക്തമാകാൻ തുടങ്ങിയതോടുകൂടെ പല മുതിർന്ന സ്വഹാബികളും അവരുടെ മക്കളെ വരെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ സംരക്ഷണത്തിന് വേണ്ടി അവർ പറഞ്ഞയച്ചു. അതായത് 24 മണിക്കൂർ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ സംരക്ഷകരായിട്ട് വീട്ടിൽ നിൽക്കാൻ വേണ്ടി പല മുതിർന്ന സ്വഹാബികളും അവരുടെ മക്കളെ പറഞ്ഞയച്ചു. അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്റെ 2 മക്കളെയും ആയുധധാരികളായിട്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ സംരക്ഷണത്തിനായിട്ട് വീട്ടിലേക്ക് അയച്ചു. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, സാന്ദർഭികമായിട്ടൊരു കാര്യം. പല ആളുകളും ഷിയാക്കളായിട്ടുള്ള ആളുകൾ പറയാറുണ്ട്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനും അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനും ഇടയിൽ ശത്രുതയുണ്ടായിരുന്നു. ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് ഇത് കാണിച്ചു തരാൻ. അവർക്കിടയിൽ യാതൊരു ശത്രുതയും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ഈ നിർണായകമായിട്ടുള്ള സന്ദർഭത്തിൽ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അതോടൊപ്പം തന്നെ സ്വന്തം മക്കളെയെല്ലാം അതിനുവേണ്ടി പറഞ്ഞയക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു തന്റെ മകനായ അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനെയും പറഞ്ഞയച്ചു എന്നുള്ളതാണ്. അപ്പൊ പല സന്ദർഭത്തിൽ അവർ അനുമതി ചോദിച്ച സന്ദർഭത്തിൽ, അതായത് കലാപകാരികളുമായിട്ട് യുദ്ധം ചെയ്യാൻ വീണ്ടും വീണ്ടും അവര് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് അനുമതി ചോദിച്ച സന്ദർഭത്തിലെല്ലാം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൻഷുദുക്കും ലില്ലാ, അള്ളാഹുവിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് കേണപേക്ഷിക്കാണ്, ദയവ് ചെയ്ത് എന്റെ പേരിൽ നിങ്ങൾ രക്തം ചിന്തല്ലേ എന്ന് അതേ നിലപാടായിരുന്നു അവസാനം വരെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വീകരിച്ചത്. അതിനിടയിൽ, അതായത് ഉപരോധ കാലഘട്ടത്തിനിടയിൽ ഒരിക്കൽ അൻസാറുകളിൽപ്പെട്ട ഒരു സ്വഹാബി, അതായത് കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹം നിരവധി അൻസാറുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ സമീപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം വന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ച ആളുകളാണ്. നസ്റുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചവരാണ് ഞങ്ങൾ അൻസാറുകൾ. അതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ ആ പ്രവാചകന്റെ പ്രതിനിധിയായ ഖലീഫത്ത് റസൂലുള്ളാഹിയായ താങ്കളെ സഹായിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്. ഓ അമീറുൽ മുഅ്മിനീൻ, താങ്കൾ ഒരു കൽപ്പന ഞങ്ങൾക്ക് നൽകിയാൽ മതി. നസ്റുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ആന നൻസുറുക, ഞങ്ങൾ പ്രവാചകനെ സഹായിച്ചവരാണ്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ താങ്കൾ ഒരു കൽപ്പന നൽകിയാൽ താങ്കൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഞങ്ങൾ അൻസാറുകളെ സന്നദ്ധരാണ്. ആ സന്ദർഭത്തിലും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അതേ നിലപാടിൽ ഉറച്ചു. എന്റെ പേരിൽ ഇവിടെ രക്തം ചിന്താൻ ഞാൻ അനുവദിക്കുകയില്ല എന്നുള്ള അതേ നിലപാടിൽ അദ്ദേഹം തുടർന്നു എന്നുള്ളതാണ്. അപ്പൊ ഉപരോധ കാലഘട്ടത്തിൽ അവസാനം നമുക്കറിയാം ദുൽഹജ്ജ് മാസം, നേരത്തെ പറഞ്ഞു ദുൽഹജ്ജ് മാസത്തിലാണ് അവർ വീട് ഉപരോധിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹജ്ജ് മാസമാണ്. അപ്പൊ ഹജ്ജിന്റെ ചുമതലയെല്ലാം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് പുറത്തു പോകാൻ കഴിയാത്തത് കാരണം ഹജ്ജിന്റെ ചുമതലയെല്ലാം താൽക്കാലികമായിട്ട് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഏൽപ്പിക്കുന്നതായിട്ടെല്ലാം നമുക്ക് കാണാൻ സാധിക്കാൻ. അങ്ങനെ ഉപരോധം 40ഓളം ദിവസം നീണ്ടുനിന്ന ആ ഉപരോധത്തിന്റെ അവസാന ദിനങ്ങളിലേക്ക് പ്രവേശിക്കാൻ അവസാന ദിനങ്ങളായ സന്ദർഭത്തിൽ അവസാനമായപ്പോഴേക്കും അവർ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ദാഹജലം പോലും അവർ നിഷേധിക്കാൻ, കുടിവെള്ളം പോലും അദ്ദേഹത്തിന് നിഷേധിക്കപ്പെടുന്ന അവസ്ഥയാണ് അവസാനം നമ്മൾ കാണുന്നത്. ചിന്തിച്ചു നോക്ക് നിങ്ങൾ, 82 വയസ്സ് പ്രായമുള്ള ഒരു വയോവൃദ്ധനായിരുന്നു ആ സന്ദർഭത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അത്രയും പ്രായമുള്ള ഒരു വയോവൃദ്ധനോടാണ് ഇത്രയും ക്രൂരമായിട്ടുള്ള കുടിവെള്ളം പോലും നിഷേധിക്കുന്ന രൂപത്തിലുള്ള ഇത്രയും ക്രൂരതകൾ ഈ ആളുകൾ പ്രവർത്തിക്കുന്നത്. എന്നിട്ട് അവര് തെളിവുദ്ധരിക്കുന്നത് ഖുർആനിൽ നിന്ന്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അത്ര വലിയൊരു വിരോധാഭാസമാണ്. അങ്ങനെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വധിക്കപ്പെടുന്നതിന്റെ തലേ ദിവസം, നമ്മൾ ആ ചരിത്രത്തിന്റെ അവസാനത്തിലേക്ക് പ്രവേശിക്കാൻ, അദ്ദേഹത്തെ അവർ വധിക്കപ്പെടുന്നതിന്റെ തലേ ദിവസം രാത്രി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അതിമനോഹരമായിട്ടുള്ള ഒരു സ്വപ്നം കാണുകയാണ്.
ആ സ്വപ്നം നമ്മൾ നിരവധി ഹദീസ്, മുത്തവാത്തിറായിട്ടുള്ള ഹദീസ്, അതായത് സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും, അത് 20ഓളം ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ട സ്വഹീഹായിട്ടുള്ള ഹദീസിൽ ആ ഒരു സ്വപ്നം നമുക്ക് കാണാൻ സാധിക്കും. അന്നത്തെ ദിവസം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉറങ്ങുന്ന സന്ദർഭത്തിൽ ആ സ്വപ്നത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യക്ഷപ്പെടുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യക്ഷപ്പെടുന്ന കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അതേപോലെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അവർ 3 പേരും സ്വപ്നത്തിൽ വരികയാണ്. സ്വർഗത്തിലുള്ള അതിമനോഹരമായിട്ടൊരു വസ്ത്രം ധരിച്ചുകൊണ്ടാണ് അവർ 3 പേരും ആ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, യാ ഉസ്മാൻ ഹൽ മനഅക അനിൽ മാ, ഓ ഉസ്മാൻ, അവര് താങ്കൾക്ക് ദാഹജലം നിഷേധിച്ചോ? ആ സന്ദർഭത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം, എനിക്ക് അവര് ദാഹജലം നിഷേധിച്ചു. ആ സന്ദർഭത്തിൽ വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കണേ, താങ്കളെ എന്റെ പള്ളിയിൽ നിന്നും അവർ വിലക്കി, അതായത് എന്റെ പള്ളിയിൽ പ്രാർത്ഥിക്കുന്നതിനെ തൊട്ട് അവർ വിലക്കിയോ? ആ സന്ദർഭത്തിലും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം യാ റസൂലുള്ളാഹ്, അവരതും എന്നെ വിലക്കി. സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ശിർ യാ ഉസ്മാൻ, ഓ ഉസ്മാൻ, താങ്കൾക്കിതാ ഞാൻ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്, അഫ്തിർ ഇൻദനാ ഗദൻ ഇൻഷാ അല്ലാഹ്, നാളത്തെ ദിവസം താങ്കൾ ഞങ്ങളോടൊപ്പം, നാളത്തെ ദിവസം നിങ്ങൾ നോമ്പ് തുറക്കും എന്നുള്ളതാണ്. ഞങ്ങളോടൊപ്പം താങ്കൾ നാളത്തെ ദിവസം നോമ്പ് തുറക്കും. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിന് നൽകിയ സന്തോഷ വാർത്ത. ഈ സ്വപ്നം കണ്ട ഉടൻ തന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് അദ്ദേഹം ഭക്ഷണം കഴിച്ചു, അത്താഴം കഴിച്ചു എന്നുള്ളതാണ്. ആ സന്ദർഭത്തിൽ ഭാര്യ നായിലയോട് അദ്ദേഹം പറഞ്ഞു, നായില ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയെന്ന്, അവരൊരു ക്രൈസ്തവ സ്ത്രീയായിരുന്നു. പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹുവിന്റെ ദഅവത്ത് കാരണം ഇസ്ലാമിലേക്ക് പ്രവേശിച്ച ഒരു സ്ത്രീയാണ് നായില. അപ്പൊ ആ ഭാര്യയോട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇൻഷാ അല്ലാഹ് നാളത്തെ ദിവസം ഞാൻ എന്റെ അൽ അഹിബ്ബ, അതായത് എന്റെ പ്രിയപ്പെട്ട ആളുകളെ ഞാൻ നാളത്തെ ദിവസം കണ്ടുമുട്ടും എന്നുള്ളതാണ്. അപ്പൊ ഏതൊരു ഭാര്യയും പോലെ അവരും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ആശ്വസിപ്പിച്ചു. അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു. ഈ ഒരു സ്വപ്നം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിൽ കാണുകയാണ്. ഇനിയുള്ള ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് സാന്ദർഭികമായിട്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വധവുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ചില പ്രവചനങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ഹദീസുകൾ സാന്ദർഭികമായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഒന്നാമത്തെ ഹദീസ്, ഞാൻ ചിലതെല്ലാം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അതിൽ നേരത്തെ പറയാത്ത 2-3 ഹദീസുകൾ കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തെ പ്രവചിക്കുന്ന ഹദീസുകൾ. ഒന്നാമത്തെ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസ്. നേരത്തെ ഇതെല്ലാം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടം വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ സൂചിപ്പിച്ചതാണ്. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതോടൊപ്പം തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു ഇവർ 4 ആളുകളും ഉഹുദ് മല കയറിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആ ഉഹുദ് മല ഇങ്ങനെ പറക്കാൻ തുടങ്ങി. അതായത് ആ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള ആളുകളാണ് തന്റെ മീതെ ഇരിക്കുന്നത്, അവരോടുള്ള ആ ഒരു ആദരവ് കാരണം ഉഹുദ് മല ഇങ്ങനെ പ്രകമ്പനം കൊള്ളാൻ തുടങ്ങിയ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദ് മലയിൽ ഇങ്ങനെ അടിച്ചുകൊണ്ട് പറഞ്ഞു, ഉസ്ബുത് യാ ഉഹുദ് ഫഇന്നമാ അലൈക നബിയ്യുൻ വസിദ്ദീഖുൻ വശഹീദൈൻ, നിന്റെ മീതെ ഇപ്പോഴുള്ളത് നബിയ്യുൻ, ഒരു പ്രവാചകനും, വസുദ്ദീഖുൻ, അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, വശഹീദൈൻ, 2 ശുഹദാക്കളുമാണ് ഈ ഒരു സന്ദർഭത്തിൽ നിന്റെ മീതെ ഇപ്പോഴുള്ളത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വശഹീദൈൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, രണ്ടാമത്തെ ഷഹീദ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ 2 വ്യക്തികളുടെയും മരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർഭത്തിൽ പ്രവചിക്കുന്നത്. അതിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നേരത്തെ ഷഹീദായി. ഇനി നമുക്കറിയാം ഈ ഒരു സന്ദർഭത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അവർ വധിക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മനോഹരമായിട്ടുള്ള പ്രവചനങ്ങളാണിത്. മറ്റൊരു അതിമനോഹരമായിട്ടുള്ള ഹദീസ്, ഈ ഹദീസും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടം വിശദീകരിച്ച സന്ദർഭത്തിൽ ആദ്യ ഭാഗത്ത് നമ്മളിത് സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഹദീസിന് മറ്റൊരർത്ഥത്തിൽ, ഹദീസ് എല്ലാ അർത്ഥത്തിലും ഈ ഒരു ചരിത്രത്തിൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അത് ഈ ഹദീസ് മുഴുവനായിട്ട് നിങ്ങൾ കേൾക്കുന്ന സന്ദർഭത്തിൽ മനസ്സിലാകും. ഈ ഹദീസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹദീസ് നമ്മൾ കാണുന്നത് മുത്തഫഖുൻ അലൈഹിയായിട്ടുള്ള ഹദീസ് തന്നെ, അതായത് സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും ഒരുപോലെ ഉദ്ധരിക്കപ്പെട്ട ഹദീസ് ഉദ്ധരിക്കുന്ന അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം പറയാണ്, ഒരിക്കൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരക്കി ഇറങ്ങി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലെല്ലാം പോയി അന്വേഷിച്ചു, അവിടെ ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. അവസാനം അന്വേഷിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരീസ് തോട്ടത്തിലുള്ളതായിട്ട് ഞാൻ കണ്ടു. അതായത് ഒരു വലിയ മദീനയിലുള്ള വലിയൊരു ഈത്തപ്പന തോട്ടത്തിന്റെ പേരാണ് അരീസ്. ആ അരീസ് തോട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളതായിട്ട് ഞാൻ അറിഞ്ഞു. ഞാൻ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ച ആ തോട്ടത്തിലേക്ക് ചെന്നു. ആ തോട്ടത്തിന്റെ കവാടങ്ങൾ ഈന്തപ്പന മടൽ കൊണ്ട് നിർമ്മിച്ച ഒരു കവാടുണ്ടായിരുന്നു ആ ഒരു തോട്ടത്തിന്. അപ്പൊ ഞാൻ അവിടെ എത്തിയ സന്ദർഭത്തിൽ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാഥമിക ആവശ്യങ്ങളെല്ലാം നിറവേറ്റി വുളൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഞാൻ ആ തോട്ടത്തിലേക്ക് വരുന്നത്. അപ്പൊ ഞാൻ അനുമതി ചോദിച്ചു. ആ തോട്ടത്തിനകത്തേക്ക് കടന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വുളൂ ചെയ്തതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കിണറിന്റെ, ആ തോട്ടത്തിലുള്ള ആ കിണറിന്റെ തിണ്ണയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറിയിരുന്നു. അതായത് കിണറിന്റെ തിണ്ണയിൽ മധ്യഭാഗത്തായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നതിന് ശേഷം പ്രവാചകന്റെ ആ കണങ്കാലുകൾ വെളിവാകുന്ന രൂപത്തിൽ കാലുകൾ കിണറ്റിലേക്ക് തൂക്കിയിട്ടുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കിണറ്റിന്റെ തിണ്ണയിൽ ഇരുന്നത്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരല്പം കഴിഞ്ഞ സന്ദർഭത്തിൽ ആരോ ഒരാൾ വന്നിട്ട് ആ ഒരു തോട്ടത്തിന്റെ വാതിലിന് മുട്ടി. പിന്നെ അത് ഞാൻ പോയി നോക്കിയ സന്ദർഭം, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ അവിടെ വാതിൽ മുട്ടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദൻ ലഹു വബശ്ശിർഹു ബിൽ ജന്ന, ആ മുട്ടുന്ന ആൾക്ക് അനുവാദം നൽകുക, അതോടൊപ്പം അദ്ദേഹത്തോട് സ്വർഗമുണ്ടെന്നുള്ള സന്തോഷ വാർത്തയെ നീ അറിയിക്കുക. അബൂ മൂസ അശ്ശരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പോയിട്ട് ആ വാതിൽ തുറന്ന സന്ദർഭത്തിൽ സുബ്ഹാനല്ലാഹ് അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹം അനുമതി നൽകി. അദ്ദേഹം പറഞ്ഞു, താങ്കൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗം ഉണ്ടെന്നുള്ള സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ടെന്നുള്ള ആ ഒരു കാര്യവും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലതു ഭാഗത്ത് ആ കിണറ്റിന്റെ തിണ്ണയിൽ അതേ രൂപത്തിൽ കാലുകൾ തൂക്കിയിട്ടിരുന്നു. ശേഷം ഒരല്പം സമയത്തിന് ശേഷം വീണ്ടും തോട്ടത്തിന്റെ വാതിൽ ഒരാൾ മുട്ടുന്ന ശബ്ദം കേട്ടു. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദൻ ലഹു വബശ്ശിർഹു ബിൽ ജന്ന, അദ്ദേഹത്തിനും അനുമതി നൽകുക, അതോടൊപ്പം തന്നെ സ്വർഗത്തിൽ കുറിച്ചുള്ള സന്തോഷ വാർത്ത അദ്ദേഹത്തിനും അറിയിക്കുക. അപ്പൊ ഞാൻ പോയി വാതിൽ തുറന്ന സന്ദർഭത്തിൽ അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ ഇടതുവശത്ത് അതേ കിണറ്റിന്റെ തിണ്ണയിൽ കാലുകൾ തൂക്കിയിട്ട് അവിടെ ഇരുന്നു. ഒരല്പം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ വാതിലിന് മുട്ടുന്ന ശബ്ദം കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദൻ ലഹു വബശ്ശിർഹു ബിൽ ജന്ന അലാ ബൽവ തുസീബുഹു. സുബ്ഹാനല്ലാഹ്, ആദ്യത്തെ 2 തവണ പറഞ്ഞതുപോലെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വബശ്ശിർഹു ബിൽ ജന്ന അലാ ബൽവ തുസീബുഹു, അയാൾക്കും അനുമതി നൽകുക, അദ്ദേഹത്തിന് സ്വർഗമുണ്ടെന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുക. പക്ഷേ ഒരു വലിയ പരീക്ഷണം അദ്ദേഹത്തെ ബാധിക്കും, അതിനുശേഷമാണ് അദ്ദേഹം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നും അദ്ദേഹത്തെ അറിയിക്കുക. അപ്പൊ അബൂ മൂസ അശ്ശരി റളിയല്ലാഹു അൻഹു അദ്ദേഹം ആ കവാടം തുറന്ന സന്ദർഭത്തിൽ അത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹത്തിനെ ബാധിക്കുന്ന ഒരു പരീക്ഷണം. സുബ്ഹാനല്ലാഹ്, ഇതെല്ലാം നമ്മൾ ഈ സംഭവമായിട്ട് നമ്മൾ ചേർത്ത് വായിക്കുക. അങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ തോട്ടത്തിലേക്ക് വരുന്നു. അവിടെ വരെ ഞാൻ പറയുന്നു, അവിടെ ഹദീസ് ഞാൻ നിർത്തുകയാണ് താൽക്കാലികമായിട്ട്. ഹദീസ് ഇനിയും തുടരുന്നുണ്ട്. ഹദീസിന്റെ ബാക്കി ഭാഗം ഈ പ്രഭാഷണത്തിന്റെ അവസാനത്തിൽ ഞാൻ സൂചിപ്പിക്കും. കാരണം ഇൻഷാ അല്ലാഹ് ഒരു ഭാഗം നമ്മുടെ പറയപ്പെട്ട ഈ ഒരു സംഭവത്തിന് ആസ്പദമായിട്ടുള്ള മറ്റൊരു മനോഹരമായിട്ടുള്ള പോയിന്റ് അതിൽ കടന്നു വരുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ സംഭവത്തിന്റെ, അതായത് പ്രഭാഷണത്തിന്റെ അവസാന ഭാഗത്ത് ഹദീസിന്റെ ബാക്കി ഞാൻ ഉദ്ധരിക്കും. നിങ്ങൾ ഈ ഒരു ഹദീസ് നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുക. പക്ഷെ അത് നമ്മുടെ കഥയിലേക്ക് തിരിച്ചു വരാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്വപ്നം കാണുന്നു. ആ സ്വപ്നം കണ്ടതിന് ശേഷം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അത്താഴം കഴിച്ചുകൊണ്ട് അന്നത്തെ ദിവസം അതായത് നോമ്പ് നോക്കാൻ വേണ്ടി തീരുമാനിക്കാൻ. അങ്ങനെ അവസാനത്തെ ദിനം, അതായത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്ന അവസാന ദിവസം, അതായത് ഹിജറ വർഷം 35 ദുൽഹജ്ജ് മാസം 12-ാം തീയതി, ചില റിപ്പോർട്ടിൽ 18-ാം തീയതി എന്നും നമുക്ക് കാണാൻ സാധിക്കും. വെള്ളിയാഴ്ച ദിവസമായിരുന്നു അത്. അന്നത്തെ ദിവസം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നോമ്പുകാരനായിട്ടാണ് അന്നത്തെ ദിവസം കാണപ്പെടുന്നത്. നമുക്കറിയാം അതിന്റെ കാരണം. അങ്ങനെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അന്നത്തെ ദിവസം വീട്ടിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും ഭാര്യയും മാത്രമാണ് ഉണ്ടായിരുന്നത്. അതായത് ഏതോ ഒരു സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നിർബന്ധിച്ച് അവരെല്ലാം പറഞ്ഞയച്ചു. ഒരുപക്ഷെ അല്ലാഹു അലം, കൃത്യമായിട്ട് അതിന്റെ കാരണം വ്യക്തമല്ല. ഒരുപക്ഷെ വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ട് ജുമുഅക്ക് വേണ്ടി അവർ പോയതോ മറ്റെന്തോ കാരണം കൊണ്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരുപക്ഷെ താൻ അന്നത്തെ ദിവസം മരണപ്പെടും എന്നുള്ള ഏകദേശ ധാരണ അദ്ദേഹത്തിനുള്ളത് കൊണ്ട് തന്നെ മറ്റുള്ള സ്വഹാബികളൊന്നും തന്റെ പേരിൽ അവരുടെ ഒന്നും രക്തം ചിന്തരുത് എന്നുള്ള നിർബന്ധം കൊണ്ടായിരിക്കണം അല്ലാഹു അലം അവിടെയുള്ള മുഴുവൻ ആളുകളെയും നിർബന്ധപൂർവ്വം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ചിരുന്നു. അവസാനം ആ സന്ദർഭത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും ഭാര്യയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അങ്ങനെ അവസാനം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വീട്ടിലുള്ള ഒരു റൂമിലേക്ക് പ്രവേശിക്കുന്നു. അതിനുശേഷം തന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തിയായിട്ടുള്ള പരിശുദ്ധ ഖുർആൻ അദ്ദേഹം കയ്യിലെടുത്ത് പാരായണം ചെയ്യാൻ ആരംഭിക്കാൻ. ആ ഖുർആൻ അദ്ദേഹം പാരായണം ചെയ്യാൻ തുടങ്ങി. അതായത് ഖുർആൻ തുറന്നു വെച്ച് അദ്ദേഹം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ കലാപകാരികൾ, അതായത് പ്രക്ഷോഭകാരികളിൽപ്പെട്ട ചില ആളുകൾ അവര് വീടിന്റെ മതിൽ ചാടിക്കടന്ന് അകത്തേക്ക് പ്രവേശിച്ചു. ആദ്യമായിട്ട് ഒരാൾ അകത്തേക്ക് പ്രവേശിച്ച് അവര്
പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ആക്രമിക്കാൻ വേണ്ടി അദ്ദേഹം മുതിരുകയാണ്. ആ സന്ദർഭത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കും നിനക്കുമിടയിൽ അള്ളാഹുവിന്റെ ഈ ഗ്രന്ഥമുണ്ട്, അതുകൊണ്ട് എന്താ ചെയ്തോളൂ. സുബ്ഹാനല്ലാഹ്, എനിക്കും നിനക്കുമിടയിൽ അള്ളാഹുവിന്റെ ഗ്രന്ഥം ഇവിടെ ഉണ്ടെന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് ആ വ്യക്തിയോട് പറയാൻ. അത് കേട്ട ഉടൻ അദ്ദേഹത്തിന് അത് വല്ലാത്ത വിഷമം വന്ന് അദ്ദേഹം ഒന്നും ചെയ്യാതെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ. പിന്നീട് പല ആളുകളും ഇതേ രൂപത്തിൽ അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി ആ റൂമിലേക്ക് വന്നെങ്കിലും പല ആളുകൾക്കും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ സംസാരം കാരണം അവർക്കൊന്നും ആ പ്രവൃത്തി ചെയ്യാൻ കഴിയാതെ അവർ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി എന്നുള്ളത്. ദൗർഭാഗ്യവശാൽ ആ വന്ന പ്രക്ഷോഭകാരികളിൽ ഒരാൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ മുഹമ്മദ് ബിൻ അബൂബക്കർ ആയിരുന്നു. അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മകനും ഈ പ്രക്ഷോഭകാരികളുടെ കൂട്ടത്തിൽ നമ്മൾ കാണാൻ സാധിക്കും. ചരിത്ര ഗ്രന്ഥത്തിലെല്ലാം ഇത് ഈ ഒരു സംഭവം ഉദ്ധരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഒരു പ്രത്യേകമായിട്ടൊരു കാര്യം മനസ്സിലാക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലോകത്ത് അമ്പിയാക്കൾ കഴിഞ്ഞാൽ ലോകത്തിൽ നടന്ന ഏറ്റവും നല്ല മനുഷ്യനെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട് എന്ന് കരുതി, അതായത് പിതാവ് അത്ര നല്ല വ്യക്തിയാണെന്ന് കരുതി മകൻ അതേ രൂപത്തിൽ ആയിക്കൊള്ളുന്ന ഒരു ഗ്യാരണ്ടിയില്ല. നമുക്കറിയാം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിലെല്ലാം നമ്മളത് കാണുന്നുണ്ട്. പ്രവാചകനായിട്ട് പോലും ആ പ്രവാചകന്റെ മകൻ നരകാവകാശിയാകുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കണം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ റൂമിലേക്ക് പ്രവേശിച്ചു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ താടി പിടിച്ചുകൊണ്ട് അദ്ദേഹം ശക്തമായിട്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിച്ച സന്ദർഭത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്നേഹത്തോട് പറഞ്ഞു, ഇബ്നു അഖി ദഅ ലിഹയതി ഫഖദ് കാന അബൂക യുക്രിമുഹ, എന്റെ താടി നീ വിടുക, നിന്റെ പിതാവ് ഇതെങ്ങാനും കണ്ടിരുന്നെങ്കിൽ, അതല്ലെങ്കിൽ നിന്റെ പിതാവ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ നിന്റെ പിതാവ് നിന്നെ തള്ളിപ്പറയുമായിരുന്നു. ഇതാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞത്. മറ്റൊരു റിപ്പോർട്ടിൽ, ഞാൻ സ്വർഗത്തിൽ വെച്ചെങ്ങാനും നിന്റെ പിതാവിനെ കാണുന്ന സന്ദർഭത്തിൽ താങ്കളുടെ മകനാണ് എന്നെ വധിച്ചതെന്ന് എങ്ങനെയാണ് ഞാൻ പറയുക എന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിൽ മുഹമ്മദ് ബിൻ അബൂബക്കറിനോട് പറഞ്ഞു എന്നെല്ലാം ആധികാരികമായിട്ടുള്ള ചരിത്ര രേഖകളിൽ കാണാൻ സാധിക്കും. ആ രൂപത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സംസാരിച്ച സന്ദർഭത്തിൽ അങ്ങേയറ്റം വിഷമിച്ച് മുഹമ്മദ് ബിൻ അബൂബക്കർ അദ്ദേഹം റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി. അദ്ദേഹത്തിന് ആ പ്രവൃത്തി ചെയ്യാൻ കഴിയാതെ അതിയായ വിഷമം കാരണം അദ്ദേഹം റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി എന്നെല്ലാം ഇതേ രൂപത്തിലുള്ള ചരിത്ര ഉദ്ധരണികളെല്ലാം ആധികാരികമായിട്ടുള്ള ഉദ്ധരണികൾ കാണാൻ സാധിക്കും എന്നുള്ളത്. അപ്പൊ പലരും അതേ രൂപത്തിൽ ആ റൂമിൽ പ്രവേശിച്ചു പോയി. അവസാനം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ ആദ്യമായിട്ട് കൈവച്ചത് റുമാൻ അൽ യമാനി എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു വലിയ വടിയെടുത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ശക്തമായിട്ട് അടിച്ചു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ നിന്ന് രക്തം ധാരയായിട്ട് ഒഴുകാൻ തുടങ്ങി. ഒരാൾ അടിച്ചതോടുകൂടെ മറ്റുള്ള ആളുകൾക്ക് ആവേശമായി. അവസാനം സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിച്ചു നോക്കുക, 82 വയസ്സ് പ്രായമുള്ള ഒരു വയോവൃദ്ധനെതിരാണ് ഈ രൂപത്തിൽ അവർ പ്രവർത്തിക്കുന്നത്. അതിൽ അവസാനം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ ഒരാൾ വാളോങ്ങിയ സന്ദർഭത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തന്റെ വലത് കൈകൊണ്ട് ആ വെട്ട് തടഞ്ഞു. അത് സ്വാഭാവികമാണ്. നമുക്കറിയാം, അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ കഴിയുന്നത്ര നമ്മൾ പ്രതിരോധിക്കണം. ആ രൂപത്തിലാണ് നമ്മളെ പഠിപ്പിച്ചത്. വലത് കൈ കൊണ്ട് ആ വെട്ട് പ്രതിരോധിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ആ വലത് കൈ മുറിഞ്ഞു തൂങ്ങി എന്നുള്ളതാ. ആ സന്ദർഭത്തിൽ, അതായത് വലത് കൈ മുറിഞ്ഞ സന്ദർഭത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എത്രയോ ഖുർആൻ ആയത്തുകൾ എഴുതിയ കൈയാണല്ലോ താങ്കൾ ഇപ്പോൾ വെട്ടി നിലത്തിട്ടത്. ചിന്തിച്ചു നോക്കുക നിങ്ങൾ, എത്രയോ ഖുർആൻ എഴുത്ത് അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ എത്രയോ എഴുതിയുണ്ടാക്കിയ ആ കൈകളാണല്ലോ നിങ്ങൾ വെട്ടിയിട്ടതെന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞു. ഈ രൂപത്തിൽ അദ്ദേഹത്തെ ശാരീരികമായിട്ട് ആക്രമിക്കാൻ തുടങ്ങിയ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ നായില അവരെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. അവസാനം അതായത് ഭാര്യയുടെ കൈകൾ അവർ വെട്ടി. ആ ഭാര്യയുടെ കൈവിരലുകൾ മുഴുവൻ ആ സന്ദർഭത്തിൽ മുറിഞ്ഞുപോയി എന്നുള്ളതാണ്. കൂടുതൽ വിശദീകരിക്കുന്നില്ല, കാരണം അതൊന്നും നമുക്ക് ഏതൊരു ഈമാനുള്ള മുഅ്മിനും അങ്ങേയറ്റം വിഷമുണ്ടാക്കുന്ന ചരിത്രമാണ്. അതുകൊണ്ട് തന്നെ ആ ചരിത്രം പൂർണ്ണമായിട്ട് നമുക്ക് വിശദീകരിക്കാൻ തന്നെ പ്രയാസമാണ്. അവസാനം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കഴുത്തിന് വെട്ടിയത് ഒരു കറുത്ത നിറത്തിലുള്ള ജബല എന്നറിയപ്പെടുന്ന ഒരു ഈജിപ്തുകാരനായ, അതായത് അദ്ദേഹത്തിന്റെ അപരനാമം തന്നെ അൽ മൗത്തുൽ അസ്വദ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം അവസാനമായിട്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കഴുത്തിന് വെട്ടിയത്. വെട്ടിയ സന്ദർഭത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ രക്തം അദ്ദേഹത്തിന്റെ മുമ്പിലുള്ള ആ ഖുർആനിലേക്ക് തെറിച്ചു വീഴുകയാണ്. ചിന്തിച്ചു നോക്ക് നിങ്ങൾ, ആ ഖുർആന്റെ മുമ്പിലിരുന്നാണ്, ഖുർആനാണ് ആ വധത്തിന് സാക്ഷി. ബദറിൽ മരണപ്പെട്ട ആളുകൾക്ക്
നാളെ സാക്ഷിയായിട്ട് ആ ബദർ വരുമെങ്കിൽ, അതേപോലെ തന്നെ ഉഹദിൽ മരണപ്പെട്ട ആളുകൾക്ക് സാക്ഷിയായിട്ട് ആ ജബൽ ഉഹദ് അവർക്ക് സാക്ഷിയായിട്ട് മരണാനന്തര ജീവിതത്തിൽ വരുമെങ്കിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് സാക്ഷിയായിട്ട് വരുന്നത് അല്ലാഹുവിന്റെ ആ കലാമായ പരിശുദ്ധ ഖുർആനായിരിക്കും. എത്ര മനോഹരമായിട്ടുള്ള മരണം! അദ്ദേഹത്തിന്റെ ആ ശരീരത്തിൽ നിന്ന് രക്തം തെറിച്ചത് കൃത്യം ആ പരിശുദ്ധ ഖുർആൻ, അദ്ദേഹത്തിന്റെ മുമ്പിലുണ്ടായിരുന്ന ആ ഖുർആനിലേക്ക് രക്തം ചിന്തുകയാണ്. ആ രക്തം വന്നു വീണത് കൃത്യം അദ്ദേഹം ഓതിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ, അദ്ദേഹം ഓതിക്കൊണ്ടിരുന്നത് ആ സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആൻ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയാണ്. ആ സൂറത്തുൽ ബഖറയുടെ 137-ാമത്തെ വചനത്തിലേക്കാണ് രക്തം ചെന്ന് തെറിച്ചത്. പരിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയുടെ 137-ാമത്തെ വചനത്തിന്റെ മീതേക്കാണ് രക്തം തെറിച്ചത്. ആ 137-ാമത്തെ വചനം നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ വായിക്കും ഫസയക്ഫീകഹുമുല്ലാഹ് വഹുവസ് സമീഉൻ അലീം. ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം, അവരിൽ നിന്നും നിന്നെ സംരക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മതി, അവനെല്ലാം കേൾക്കുന്നവരും അറിയുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരായിട്ട് ഡീൽ ചെയ്തോളും, അത് അള്ളാഹു എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനാണെന്നുള്ള ആ ഭാഗം, ആ ആയത്തിന്റെ ഭാഗത്തേക്കാണ് രക്തം ചിന്തിയത്. സാന്ദർഭികമായിട്ട് കാര്യം നമുക്കറിയാം, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്റെ മുമ്പിലുണ്ടായിരുന്ന ആ ഖുർആൻ, അത് ഇന്നും തുർക്കിയിലുള്ള ടോപ്പ് കാപ്പി മ്യൂസിയത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതായത് ആ ഖുർആൻ അതേ ആ രൂപത്തിൽ രക്തം ചിന്തിയ അവസ്ഥയിൽ ഇന്നും അത് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് അറിയാൻ സാധിച്ച. അല്ലാഹു അഅലം അത് ആധികാരികമാണോ എന്നുള്ളത് കൃത്യമല്ല. അതായത് ആ പരിശുദ്ധ ഖുർആന്റെ കോപ്പി അതേ രൂപത്തിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അവകാശപ്പെടുന്നത്. ഏതായിരുന്നാലും അവര് ഇതേ രൂപത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അവിടെ വെച്ചുകൊണ്ട് വധിക്കുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ രൂപത്തിൽ അവര് ക്രൂരമായിട്ട് അദ്ദേഹത്തെ വധിക്കുകയാണ്. ആരെല്ലാമാണ് ആ വധത്തിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് കൃത്യമായിട്ട് വ്യക്തമല്ല. കാരണം അവർ വധിച്ച ഉടൻ തന്നെ അവരെ വീട് അവിടെ രക്ഷപ്പെടായ നിരവധി ആളുകളുണ്ട്, ആയിരക്കണക്കിന് ആളുകളുണ്ട്. അപ്പൊ അതിൽ നിന്നും ആരാണ് ആ കൃത്യം ചെയ്തതെന്ന് കൃത്യമായിട്ട് വ്യക്തമല്ല. അതുകൊണ്ടാണ് പിന്നീട് അടുത്ത ഖലീഫ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തെല്ലാം ഇക്കാരണത്താൽ നിരവധി പ്രശ്നങ്ങൾ ആ ഖിലാഫത്ത് കാലഘട്ടത്തിൽ വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതായത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് പിന്നീട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ ജമൽ യുദ്ധം പോലെയുള്ള ആ യുദ്ധത്തിനെല്ലാം പിന്നീട് കാരണമായി തീർന്നത് ഈ ഒരു പ്രശ്നമാണ്. അങ്ങനെ അവർ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കുന്നു. ആ വധിച്ചതിന് ശേഷം ഏകദേശം 2 ദിവസത്തിന് ശേഷം ജനാസ അവർ വീട്ടിൽ വെച്ചാണ് നമസ്കരിച്ചത്. കാരണം പ്രക്ഷോഭകാരികൾ ആ സന്ദർഭത്തിൽ മദീനയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ജനാസ പോലും മറവ് ചെയ്യാൻ അവർ സമ്മതിച്ചിരുന്നില്ല എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നിരവധി അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണിത്. അതായത് ഈ ഒരു കാര്യത്തിൽ നിരവധി ചരിത്ര ഉദ്ധരണികൾ കാണാൻ സാധിക്കും. അവസാനം ഏതായാലും 2ഓളം ദിവസത്തിന് ശേഷം രാത്രി രഹസ്യമായിട്ട്, ഒരാളും അറിയാത്ത രൂപത്തിൽ രഹസ്യമായിട്ടാണ് അവർ ബഖീ അൽ ഖർഖദിൽ, ആ ബഖീ അൽ ഖർഖദിൽ കൂടെ അല്ല, അതായത് ആ ഖബർസ്ഥാൻ, പൊതുവായിട്ടുള്ള ഖബർസ്ഥാനിൽ പുറത്താണ് അവർ രഹസ്യമായിട്ട് അദ്ദേഹത്തിന്റെ ജനാസ മറവ് ചെയ്തത്. അതായത് ബഖീ അൽ ഖർഖദിലല്ല, ബഖീ അൽ ഖർഖദിന്റെ പുറത്ത് മറ്റൊരു പ്രദേശത്താണ് അദ്ദേഹത്തിന്റെ ജനാസ അവർ മറവ് ചെയ്തത്. കാരണം എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രദേശത്ത് മറവ് ചെയ്താൽ ആ മയ്യത്ത് അവർ പുറത്തെടുത്തിട്ട് അവരെന്തെങ്കിലും ചെയ്യുമോ എന്ന് പോലും സ്വഹാബികൾ ആ സന്ദർഭത്തിൽ ഭയപ്പെടുകയാണ്. പിന്നീട് ഈ പ്രശ്നമെല്ലാം ഒതുങ്ങിയതിന് ശേഷമാണ് ആ ഒരു മറവ് ചെയ്യപ്പെട്ട ഖബർ മറ്റുള്ള ആളുകൾക്ക് അവർ കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ പിന്നീട് നമുക്കറിയാം ഈ ബഖീ അൽ ഖർഖദ് അത് വികസിപ്പിച്ച്, അതായത് ആ പൊതു ശ്മശാനം ജന്നത്തുൽ ബഖീ അവർ വികസിപ്പിച്ച സന്ദർഭത്തിൽ, അതായത് അന്നുള്ളതിനേക്കാൾ 3 ഇരട്ടി അത് വികസിപ്പിച്ച സന്ദർഭത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ സ്വാഭാവികമായിട്ട് അതിനകത്തേക്ക് വന്നു എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് നമ്മൾ മദീനയിൽ പോകുന്ന സന്ദർഭത്തിൽ ബഖീ അൽ ഖർഖദിന്റെ ഏകദേശം അവസാന ഭാഗത്താണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ നമ്മൾ കാണുക. അത്രയേറെ ദീർഘദൂരത്ത്, അതായത് മറ്റുള്ള ഖുലഫാഉർ റാഷിദീങ്ങളിൽപ്പെട്ട മറ്റുള്ള ആളുകളിൽ നിന്നെല്ലാം, അവരിൽ നിന്നെല്ലാം വളരെ അകന്ന ആ ഖബർ കാണാനുള്ള കാരണം ഇതായിരുന്നു എന്ന് പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഞാൻ ആ പറഞ്ഞ ഹദീസിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞ നിർത്തിവെച്ച ഒരു ഹദീസ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ആ ഒരു ഹദീസ്. ആ ഹദീസിൽ അവസാനം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് അനുമതി ചോദിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുമതി നൽകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വന്നു. അപ്പൊ അവിടെ സാന്ദർഭികമായിട്ടൊരു കാര്യം, സുബ്ഹാനല്ലാഹ്, എത്ര മനോഹരമായിട്ട്, അതായത് ഹദീസെല്ലാം വളരെ സിംബോളിക്കായിട്ട്, അത് പ്രതീകാത്മകമായിട്ട് ആ ഖിലാഫത്തിന്റെ ഓർഡർ പോലും ഹദീസ് കാണിച്ചിരുന്നുണ്ട്. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തോട്ടത്തിലുണ്ട്, പിന്നീട് വരുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതിനുശേഷം വരുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അതിനുശേഷം വരുന്നത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അതേ ഓർഡറിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് ശേഷം ഖിലാഫത്ത് സംഭവിച്ചത്. സുബ്ഹാനല്ലാഹ്.
ആദ്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തിരുന്നു. പിന്നീട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ആ കിണറ്റിന്റെ തിണ്ണയിലിരുന്നു. അവസാനം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വന്ന സന്ദർഭത്തിൽ ആ കിണറിന്റെ തിണ്ണയിൽ സ്ഥലമുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ കിണറ്റിന്റെ തിണ്ണയിൽ എതിർവശത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓപ്പോസിറ്റ് ദിശയിൽ പോയിരുന്നു എന്നുള്ളതാണ്. അതാണ് ഹദീസ്. ഈ ഹദീസ് വെച്ചുകൊണ്ട് മഹാനായ പണ്ഡിതൻ സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഹദീസിനും വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ഈ ഹദീസ് യഥാർത്ഥത്തിൽ പ്രതീകാത്മകമായിട്ട് രണ്ട് കാര്യങ്ങൾ കാണിച്ചിരുന്നു. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷമുള്ള ഖിലാഫത്ത്, അതോടൊപ്പം സുബ്ഹാനല്ലാഹ് പ്രത്യേകം ശ്രദ്ധിക്കുക, അതോടൊപ്പം അവരുടെ ആ ഖബറിന്റെ സ്ഥാനങ്ങൾ കൂടെ ഈ ഹദീസ് സൂചന നൽകുന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്, ഇത്ര മനോഹരാണ്, ഇത്ര മനോഹരമായിട്ട് നിരീക്ഷണം. അവരുടെ ആ ഖബറിന്റെ സ്ഥാനങ്ങൾ പോലും ഈ ഹദീസിലൂടെ സൂചന നൽകുന്നുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തിരുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പിന്നെ അവിടെ സ്ഥലം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വന്ന് അവരുടെ ഓപ്പോസിറ്റ് ദിശയിലിരുന്നു. അതേ രൂപത്തിലാണ് അവരുടെ ഖബറുകളും പിന്നീട് നമ്മൾ കാണപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്, എത്ര മനോഹരം. ഈ രൂപത്തിലാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അവസാനിക്കുന്നത്. അദ്ദേഹത്തിന്റെ മരണത്തോടുകൂടെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ ഭയപ്പെട്ട പ്രകാരം തന്നെ പിന്നീട് ഉമ്മത്തിൽ നിരവധി പ്രശ്നങ്ങൾ വരിക. അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ നേരത്തെ പ്രശ്നം ഉണ്ടാക്കിയ ആളുകൾ അവർ പ്രത്യക്ഷമായിട്ട് ഖവാരിജുകൾ എന്നുള്ള ഒരു ഗ്രൂപ്പായിട്ട് തന്നെ അവർ പ്രത്യക്ഷമായിട്ട് രംഗത്ത് വരുന്നു. അതിനെതിരെ നിരവധി യുദ്ധങ്ങൾ, ഇതേ രൂപത്തിലുള്ള നിരവധി പ്രശ്നങ്ങളാണ് പിന്നീട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിന് ശേഷം ഉമ്മത്തിൽ ഉടലെടുക്കുന്ന ആ പ്രശ്നങ്ങൾ ഇന്നും അതേ രൂപത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ പ്രവാചകന്റെ അനുയായികളുടെ കൂട്ടത്തിൽ നാളെ നമ്മളെയും ഒരുമിച്ച് കൂട്ടപ്പെടുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.